ചലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം OG സുനിലും മരട് അനീഷുമാണ്. മരട് അനീഷിനെ ഇപ്പം തമിഴ്നാട് പോലീസ് പിടികൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ OG സുനിൽ ആണെന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ വാർത്തകൾക്കൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരണമില്ല. നമുക്ക് ആദ്യമേ മരട് അനീഷിനെ പിടികൂടിയതിന്റെ ഒരു വാർത്ത കേട്ടു നോക്കാം. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷ് പിടിയിൽ. മറ്റൊരു പ്രതിയെ തേടിയെത്തിയ മുളവുകാട് പോലീസിന്റെ വലയിൽ മരട് അനീഷ് കൊടുങ്ങുകയായിരുന്നു. തമിഴ്നാട് ചാവടിയിലെ ഒരു സ്വർണം പൊട്ടിക്കൽ കേസിൽ ഈ അനീഷ് ഒളിവിലായിരുന്നു. അനീഷിനെ ചാവടി പോലീസിന് ഉടൻ തന്നെ കൈമാറും. കർണാടകത്തിൽ 5ഉം തമിഴ്നാട്ടിൽ 3ഉം കേസുകൾ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 കേസുകളിൽ 4 കേസുകളും വധശ്രമ കേസുകൾ. ഇങ്ങനെ കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവ് മരട് അനീഷിനെ അതിനാടകീയമായിട്ടാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ തേടിയാണ് മുളവുകാട് പോലീസ് പനമ്പുകാട് എത്തുന്നത്. അവിടെ ഒരു വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഗുണ്ടാ നേതാവ് മരട് അനീഷിനെ അവിചാരിതമായി കാണുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും. തമിഴ്നാട്ടിലെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒളിവിലായിരുന്നു. സുഹൃത്തിന്റെ പനമ്പുകാട്ടെ വീട്ടിൽ ഇന്നലെയാണ് അനീഷ് എത്തിയത്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സെൻട്രൽ പോലീസിന് മുളവുകാട് പോലീസ് വിവരങ്ങൾ കൈമാറി. 2005 ഒരു അക്രമക്കേസിലാണ് സെൻട്രൽ പോലീസ് അനീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഒളിവിലായിരുന്ന അനീഷിനെ തേടി തമിഴ്നാട് ചാവടി പോലീസും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കൊച്ചിയിലുണ്ടായിരുന്നു. കോയമ്പത്തൂർ എട്ടിമടയിൽ വെച്ച് തൃശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്ന ജെയ്സൺ ജേക്കബ് എന്നയാളുടെ 1.5 കിലോ സ്വർണമാണ് അനീഷും സംഘവും ചേർന്ന് പൊട്ടിച്ചത്. അതിൽ 3 പേരെ പിടികൂടിയെങ്കിലും അനീഷ് ഒളിവിലായിരുന്നു. കർണാടകയിൽ അനീഷിനെതിരെ 5ഉം തമിഴ്നാട്ടിൽ 3ഉം കേസുകളുണ്ട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 കേസുകൾ. കഴിഞ്ഞ വർഷം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ അനീഷിനെ വധിക്കാൻ ശ്രമം നടന്നിരുന്നു. ഇതിൽ അമ്പായത്തോട് അഷ്റഫ്, ഹുസൈൻ കൊച്ചി എന്നിവർ പോലീസിന്റെ പിടിയിലായി. അനീഷ് നടത്തിയ ക്വട്ടേഷനുമായി ബന്ധപ്പെട്ട കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഈ വധശ്രമം ഉണ്ടായതെന്നും പോലീസ് പറയുന്നു. സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അനീഷിനെ തമിഴ്നാട് പോലീസിന് കൈമാറുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ വേറൊരു കള്ളനെ പിടികൂടാൻ തപ്പിയിറങ്ങിയ പോലീസിന് അപ്രത്യക്ഷമായിട്ട് മരട് അനീഷിനെ കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള വാർത്ത, ഇതാണ് ശരിക്കുള്ള ഇതിന്റെ സത്യാവസ്ഥ. പക്ഷെ നമ്മുടെ നാട്ടില് OG സുനിലിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടും OG സുനിലിന് ഡ്രഗ് വെച്ച് കുറെ ബിസിനസ് നടത്തുന്നുണ്ട് എന്നുള്ളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ ഈ മരട് അനീഷ് പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഇവിടെ OG കാന്താരി എന്ന് പറഞ്ഞൊരു ബാർ കണ്ടിട്ടുണ്ട, അതിന്റെ ഓണർ അറിയോ? OG സുനിൽ എന്ന് പറഞ്ഞിട്ട് റീലിലൊക്കെ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര താരമാണ്. അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിമ്പാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ആരെങ്കിലും അവൻ്റെ പറയൂ? പോലീസുകാർ അവൻ്റെ ഷോപ്പിൽ കയറുന്നില്ല, അവൻ്റെ ബാറിൽ കയറുന്നില്ല, അവിടെ എന്താ വിൽപ്പനയില്ലേ? അപ്പോൾ അവൻ്റെ തറവാടെന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട്. അവിടെ ആഫ്റ്റർ പാർട്ടി നടത്തുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ, OG സുനിൽ. അപ്പോൾ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണല്ലേ? അവന് കുറെ പെമ്പിള്ളേരെ പിടിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പെമ്പിള്ളേർക്ക് എന്തിനാണ് കൂടെ വന്നെ? എന്താ ഇവിടെ വേറെ ആൾക്കാരില്ലേ? നിങ്ങളിവിടെ വന്നില്ല പെമ്പിള്ളേര്? നിങ്ങളിവിടെ പബ്ബി പോകണല്ലേ? ഞാൻ പബ്ബി പോണ ആളാണല്ല. ഇവിടെ പബ്ബി പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ കൂടെ 5-6 പെമ്പിള്ളേരുണ്ടാവും. എന്തുകൊണ്ട് 5-6 പെമ്പിള്ളേർ? ഈ പ്രായമുള്ള കിളവൻ്റെ കൂടെ 5-6 പെമ്പിള്ളേർ പോകണം എന്തിനാ? പൈസ, ഡ്രഗ് അല്ലേ? അവൻ ഇവിടെ പലർക്കും കൂട്ടിക്കൊടുത്ത് അവൻ ബിസിനസ് ചെയ്യും, അതിലൊരു വീതം ഇവർക്ക് കൊടുക്കും, അത്ര തന്നെ. അപ്പോൾ അതുപോലും ഇവിടെ ഉള്ള പോലീസുകാർക്ക് നിയന്ത്രിക്കാനോ അവരെ വിളിപ്പിക്കാനോ പിടിക്കാനും കഴിവില്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി അതിനും മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. എല്ലാ ദിവസം വേണമെങ്കിൽ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കാം, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒരു കാര്യമില്ല. ഇതിലെ 10 പേർക്ക് കാര്യം അറിയാവുന്നുണ്ടെങ്കിൽ 2 പേരായിരിക്കും പ്രതികരിക്കണം പോലീസിൽ. അപ്പോൾ ഈ ബാക്കി പോലീസുകാരുടെ പോലും സഹായം ഇവർക്കൊക്കെ ലഭിക്കുന്നു. അറിഞ്ഞുകൊണ്ടുള്ള സഹായം ആയിരിക്കില്ല. അവനൊരു ബിസിനസ്സുകാരൻ. അപ്പോൾ അവൻ പബ്ലിക്കായിട്ട് അവൻ്റെ കുറേ പൈസ ഉണ്ട്, അവൻ അടിച്ചു പൊളിച്ച് നടക്കണം. ഇപ്പോൾ നമ്മൾ വിളിപ്പിച്ചാൽ തന്നെ മേളിൽ നിന്ന് വിളി വരും, അതുകൊണ്ട് അവൻ അങ്ങോട്ട് ഒഴിവാക്കി എന്ന് ചിന്തിക്കണേണ്. അല്ലാണ്ട് ഇവൻ ഇപ്പോൾ ഒരു പോലീസുകാരനെ നോക്കിയാൽ അവൻ ഡ്രഗ് വിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല കണ്ണടച്ച്, അങ്ങനെയല്ല. വേറെ പല കാരണങ്ങളുകൊണ്ട് അവനെ തഴഞ്ഞു വിടണേണ്, അതവൻ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇതാണ് കാരണം എന്നാണ് നമ്മുടെ സമൂഹം അർത്ഥമാക്കുന്നത്. മരട് അനീഷിനെ സുനിൽ OG ഇട്ടുകൊടുത്തതാണെന്നാണ്. കാരണം ഇങ്ങനെയൊക്കെ സുനിൽ OGയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്
മരട് അനീഷിന് പണി കൊടുത്തതാണെന്നാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമില്ലാത്ത ഒരു കാര്യത്തിന് ഒരു റൂമർ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ എഗൻസ്റ്റ് നടക്കുന്നത്. കാരണം ഈ മരട് അനീഷിനെ ഇപ്പോൾ അപ്രത്യക്ഷമായിട്ട് ഇങ്ങനെ പിടികൂടിയതിൻ്റെ പിന്നിലുള്ള സംഭവം. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് OG സുനിൽ ഇതിൻ്റെ ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അതിന് കോടതി തന്നെ അത് സ്ഥിരീകരണം തന്നെ ചെയ്യണം. അത് പോലീസ് തന്നെ കണ്ടുപിടിച്ചോളും. അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ മീഡിയയിലാണെ പോലും ഇതിൻ്റെ ഇതുമായിട്ടൊരു സാമ്യമാക്കി സംസാരം നമുക്ക് കേൾക്കുന്നില്ല. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് ഇത് കൂടുതലും എറിച്ച് കയറിയിരിക്കുന്നത്. OG സുനിലാണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതൊരു കറക്റ്റായിട്ടുള്ളൊരു എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ചുമ്മാ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എനിക്കിത് പ്രത്യേകിച്ച് പറയാനില്ല ഈ വീഡിയോയിൽ ഈ കാര്യത്തിൽ. എന്തായാലും മുന്നോട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നമുക്കത് മനസ്സിലാക്കാം എന്തായിരിക്കും എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് ഈ വീഡിയോയിൽ കൂടുതൽ ലെന്തി ആയിട്ട് പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇതിനൊന്നും കാര്യം ഇനി പറയാനില്ല. അപ്പോൾ see you soon guys. Bye.